മെസ്സേജിനായി ദൈവവചനം വായിക്കാം. 2 പത്രോസ് 3-ാമത്തെ അധ്യായം മുതൽ ചില വേദഭാഗങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് ശേഷിപ്പിക്കാം. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 3 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ എടുക്കുന്നത് സ്വർഗീയ മണവാളന്റെയും മണവാട്ടിയുടെയും ഭൂമിയിലെ വീട്. അതായത് നാം ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് 1000-ാം ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ തന്നെ വേർപെട്ട ഒരു കൂട്ടം ദൈവത്തിന്റെ ജനവുമായിട്ട് ഒരു വിശുദ്ധ ജീവിതം, അതാണ് കർത്താവ് ഏദൻ തോട്ടത്തിൽ സ്വപ്നം കണ്ടത്. ആ ഒരു ജീവിതത്തിലേക്കാവുന്നു നമ്മളിവിടെ പ്രാക്ടീസ്. സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നതാകുന്നു. സ്പേസിൽ ജീവിക്കേണ്ട വ്യക്തി സ്പേസിലെ അന്തരീക്ഷത്തിലും അവിടുത്തെ ഫുഡും കഴിച്ച് ഇവിടെ ജീവിക്കുന്നത് പോലെ സ്വർഗീയ മന്ന, അതാ സ്വർഗീയ ആഹാരം നമ്മൾ കഴിച്ചിട്ട് സ്വർഗത്തിന്റെ ഇഷ്ടപ്രകാരം ഇവിടെ പ്രാക്ടീസ് ചെയ്ത് വിജയിക്കുന്നവരെയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പോലെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പോകാൻ വിഷയം. അതാണ് സ്വർഗീയ മണവാളന്റെയും മണവാട്ടിയുടെയും ഭാവിയിലെ വീട്. അതിലേക്കായി 2 പത്രോസ് 3:3 മുതൽ. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും പോവുകയും ചെയ്യും. 11. ഇങ്ങനെ ഇവയൊക്കെയും അഴിയുവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. 16. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപേ കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. കൃപയിലും നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. ഒരു വചനം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 21:1-3. വെളിപ്പാട് പുസ്തകം 21:1-3. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആമേൻ. 1-2 വേദഭാഗമായിരുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ആകാശം ചുട്ടൊഴിയുവാനും മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുവാനുള്ള ദൈവ ദിവസം വരുന്നു. എന്നാൽ കർത്താവെ, അതിനു മുമ്പായി അതിനുള്ളിലായിരുന്ന ദൈവത്തിന്റെ ജനത്തെ കർത്താവ് തന്നെ വിളിച്ച് വേർതിരിച്ച്, ദൈവം വിശുദ്ധനാകയാൽ ഒരു പാപിക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് ഒരു പാപിയെ വിശുദ്ധീകരിക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു, ആത്മാവായ ദൈവം, ആത്മാവായി നിന്ന ദൈവം മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി അവരുടെ ഇടയിലേക്ക് വന്നിട്ട് അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. ദൈവഹിത പ്രകാരമുള്ള ഒരു സ്വർഗീയ ജീവിതം എങ്ങനെ ജീവിക്കണമെന്നും, അപ്പോൾ എന്തൊക്കെ പഴി ദൂഷി നിന്ന പരിഹാസമുണ്ടെന്നും നിങ്ങളുടെ പേർ വിടക്കുന്നുണ്ടെന്നും അവർ നിങ്ങളെ ക്രൂശിച്ച് കൊല്ലുമെന്നും കല്ലെറിഞ്ഞ് കൊല്ലുമെന്നും അങ്ങനെയൊക്കെ കാണിച്ചു തന്നുകൊണ്ട്, എന്നാൽ അതിനു മുമ്പ് യേശു പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. അവണ്ണം കാൽവരി ക്രൂസിലെ ആ യാഗം അത് ഒരു തരത്തിൽ യാഗമായിരുന്നു, ലോകക്കാർക്ക് മരണമായിരുന്നു. എന്നാൽ നമുക്കത് ജീവന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ മരണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നമ്മയും പാപപരിഹാര മാർഗത്തിനായി കാൽവരി ക്രൂസിലെ യാഗം, ആ സ്നാനം നമുക്ക് നൽകിയിരിക്കുന്നു. അതിലൂടെ നമ്മെ വിശുദ്ധീകരിച്ച് സ്വർഗീയടങ്ങളിലേക്ക് കൊണ്ടുപോകാനായി നമ്മെ ഒരുക്കുന്ന കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം അറിയാതിരിക്കുന്ന നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ നമ്മൾക്കായി വിളമ്പിത്തരുന്ന സ്വർഗീയ മന്ന ഭക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ ക്രിസ്തുയേശുവിലെ ഭാവത്തോടു കൂടി ക്രിസ്തുവിന്റെ പത്രമായി ക്രിസ്തു എന്ന തലയോളം ഉയരത്തിൽ വളരുവാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങനെ നാമമഹത്വത്തിനായിരിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇരിക്കാം, എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെസ്സേജ് തുടങ്ങിയിട്ട് പിന്നെ അത് ലൈവ് കാണുന്നവരെ കുറിച്ച് സംസാരിച്ചു പോയി. ഇന്ന് നമ്മൾ എടുക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയ എന്താണ്? കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നുവോ അതേ ശരീരവും അതേ സ്ഥലവും അതേ
വസ്ത്രധാരണവും ഒക്കെ തന്നെയാണ്. എന്നാൽ പല കാര്യങ്ങൾക്കും മാറ്റം വരുന്നു. ഒന്നാമത് ജീവിതം, സ്വഭാവം, അത് ആണ് വീണ്ടും ജനനത്തെ കാണിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വന്നു, എന്നെ സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു സ്വർഗീയനെ പോലെ എന്നെ നിയന്ത്രിക്കുകയാണ്. എന്തിനാണ്? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് നമ്മെ ഒരുക്കുകയാണ്, വഴി നടത്തുകയാണ്. അപ്പോൾ നമ്മളായിരുന്ന അവസ്ഥയിൽ തന്നെ. അപ്പോൾ ഇവിടെ വായിച്ചു, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും, ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഒക്കെയുള്ള ദൈവ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ സഭക്കാരും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള സഭകൾ പഠിപ്പിക്കുന്നത് ഭൂമിയെ കത്തിക്കുമെന്നും ആകാശം ചുട്ടഴിയുമെന്നും ചുരുളുകൾ പോലെ മടങ്ങിപ്പോകുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അതാണ് ആദ്യം പറഞ്ഞത്. നമ്മളൊരു പാപത്തിലായിരുന്നു. പാപിയായ നമ്മെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മെ കത്തിച്ചു. പാപ സ്വഭാവത്തെ എന്നിൽ നിന്ന് മാറ്റി. നാം പഴയ ശരീരവും പഴയ മനുഷ്യൻ തന്നെ, പക്ഷെ എന്റെ സ്വഭാവങ്ങൾ, ഗുണഗണങ്ങൾ മാറ്റപ്പെട്ടു. അതുപോലെ തന്നെ ഭൂമിയും അതിലുള്ള പണികളും എന്ന് പറഞ്ഞാൽ പിശാചിനാൽ നിയന്ത്രിക്കുന്ന എല്ലാ തത്വസംഹിതകളും, ആചാരങ്ങളും ദുരാചാരങ്ങളും, പിന്നെന്താ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുതന്ത്രമാണ്. എങ്ങനെ ഒരാളിനെ പറ്റിച്ച് പണം സമ്പാദിക്കാം, ഇത് മുഴുവൻ രാഷ്ട്രീയം. ഇപ്പം ദാനിയേൽ കണ്ട ദർശനം, പാദം തല മുതൽ സംഭവിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന്റെ ചിത്രം ദാനിയേൽ ദർശനം കാണിച്ചു കൊടുത്തു. നമ്മൾ ദാനിയേലിന്റെ 70 ആഴ്ച തൊട്ട് ഇവിടെ എടുത്തതാണ്. അത് ദർശനം കാണിച്ചു കൊടുക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവേ അത് തല സ്വർണം കൊണ്ടുള്ള, അത് അങ്ങ് തന്നെ. അവിടെ മുതൽ ഓരോന്നും ഓരോ ഭാഗമായി സംഭവിച്ച് ഇപ്പോൾ കാൽപാദമായിരിക്കുന്നു. കാൽപാദമാകുമ്പോൾ അവിടെ രണ്ടും ഇടകലർന്നതായിട്ട്. എന്നാൽ ഇതിനിടയിൽ ഒന്നും രണ്ടും ഇടകലർന്ന ഒന്നും കാണിച്ചിട്ടില്ല. കട്ടിയുള്ളതും മൃദുവായതും ഇരുമ്പ് പോലുള്ളതും അങ്ങനെ പല ഭാഗങ്ങൾ കാണിച്ചിരുന്നു. അതെല്ലാം സംഭവിച്ചിട്ട് പാദം കളിമണ്ണും ഇരുമ്പും. കളിമണ്ണ് എന്നത് മതവും ഇരുമ്പ് എന്നത് രാഷ്ട്രീയവുമാകുന്നു. മതം ഒരിക്കലും രാഷ്ട്രീയവുമായി ഇടപെടാൻ പാടില്ല എന്നത് 6000 വർഷം മുമ്പ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാലല്ല, ദൈവനിശ്ചയമാണ്. കോടാനുകോടി സകലതിനെ എന്തിനെങ്കിലും ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് മതം. വാസ്തവത്തിൽ ദൈവത്തിനെ അനുസരിക്കുക എന്നത് മതമല്ല. മതം എന്ന് പറയുന്നത് തന്നെ മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമാണ്. എന്നിട്ട് അവനെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറെ തത്വസംഹിതകൾ എഴുതി ഉണ്ടാക്കും. ആ തത്വസംഹിതകളെയും ആ ആചാരത്തെയുമാണ് മതം എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിത്വം മതമല്ല, ഒരു മാർഗമാണ്, ഒരു യാത്രയാണ്, ദൈവത്തിങ്കലേക്കുള്ള യാത്രയാണ്. ആ ദൈവത്തിങ്കലേക്കുള്ള യാത്രയിൽ ഒരു ദൈവീക പുരുഷൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം തന്നെ നിശ്ചയിച്ച് നമുക്ക് എഴുതി തന്ന ഒരു സർവീസ് മാനുവൽ ആണ് ബൈബിൾ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യൻ ഒരു സ്വർഗീയ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് തിരികെ സ്വർഗീയ ഇടങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരു സർവീസ് മാനുവൽ ഉണ്ട്. നമ്മൾ തന്നെ ഒരു വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്തെങ്കിലും ഗ്രൈൻഡറോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനൊരു സർവീസ് മാനുവൽ ഉണ്ടാവും. ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തായിരുന്നാലും അതെങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് അതിന്റെ സർവീസ് മാനുവൽ. അങ്ങനെ ഉപയോഗിച്ചാൽ അത് നിലനിൽക്കും. അപ്പൊ അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന ദൈവം മനുഷ്യനോട് പറയുന്ന ഒരു സർവീസ് മാനുവലാണ് ബൈബിൾ. അങ്ങനെ ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് ജയം പ്രാപിക്കുന്ന മനുഷ്യരെ കൊണ്ടുപോകുന്നതിനാണ് ദൈവത്തിന്റെ മാർഗം. എന്നാൽ തത്വസംഹിതകൾ അതൊരു മതമാകുന്നു. അപ്പോൾ ഇവയൊക്കെയും പാദം രാഷ്ട്രീയവും മതവും. ഇന്ന് നമ്മൾ നോക്കിയാലും മതി, 25-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഏറിയ ഭാഗവും മതം. ക്രിസ്തീയ പുരോഹിതന്മാർ കൺവെൻഷൻ നടത്തുമ്പോൾ, ഞാനിത് പറയുന്നത് നമുക്കറിയാം, പുതിയതായിട്ട് 2-3 വന്നിരിക്കുന്നു, അവർക്കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങളും വിചാരിക്കും ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സഭകൾ, കത്തോലിക്ക, മാർത്തോമ, പെന്തക്കോസ്ത്, ഈ സഭകളെല്ലാം രാഷ്ട്രീയക്കാരെ വിളിച്ചു വരുത്തുന്നു. അവിടെ കൺവെൻഷൻ സ്ഥലങ്ങളിലെ രാഷ്ട്രീയക്കാരെ, മത നേതാക്കന്മാരെ മതസൗഹാർദ്ദമെന്നും ഐക്യ കൺവെൻഷൻ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം വിളിച്ചു കൂട്ടുന്നത്. ഇത് അന്ത്യനാളിൽ ഇത് നടക്കുമെന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ട തിരുവചനത്തിലുണ്ട്. അതാണ് ഒരു മുഴുവൻ മനുഷ്യൻ എങ്ങനെ, അവന്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ചർച്ച് ഏജ് 7 സഭാകാലങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് പോലെ ലോകം എങ്ങനെയായിരിക്കുമെന്ന്, ഇത് സഭകൾ എങ്ങനെയായിരിക്കുമെന്നതാണ്. പക്ഷെ ലോകം എങ്ങനെയായിരിക്കുമെന്നതാണ് ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് പാദം വരെ. എന്നാൽ അവസാന സമയത്ത് യേശുക്രിസ്തു വന്ന് തന്റെ ജനത്തെ ചേർക്കുന്നതിന് മുമ്പ് ലോകം എങ്ങനെയായിരിക്കുമെന്നും ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു പച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് പ്രവാചക പുസ്തകങ്ങളിൽ. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
ചിലരെ ബദ്ധന്മാരായി പിടിച്ചു കൊണ്ടുപോകും. അവര് 1200 പേരെ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി, 3000 പേരെ കൊന്നു. അഷ്കലോനിൽ ഏൽപ്പിക്കും, പല സ്ഥലങ്ങളിൽ ഏൽപ്പിച്ചു കളയുമ്പോൾ ദൈവം അവരുടെ ശിക്ഷ മടക്കി കളയുകയില്ല, ശിക്ഷിക്കും. ഗാസയിലേക്ക്, അവരുടെ അരമനകളിലേക്ക് ഞാൻ തീയമ്പുകളെ അയക്കും. അത് എഴുതിയിട്ട് ഏകദേശം 2800 വർഷമാവും. തീയമ്പുകൾ എന്താ? മിസൈലുകൾ. അന്ന് അമ്പ് എന്ന് എഴുതാൻ കാര്യം എന്താ? അന്ന് കുതിരപ്പുറത്തൊക്കെയാണ് യുദ്ധം. അമ്പിലാണ് പന്തം കൊളുത്തി, നമ്മൾ മണ്ണെണ്ണയൊക്കെ കൊളുത്തിയിട്ട് എയ്യുന്നത് പോലെ അവര് തീയമ്പുകൾ അയക്കുമായിരുന്നു. അതുകൊണ്ട് അന്ന് എഴുതിയ പ്രവാചകന്മാർ അവരുടെ രീതിക്ക് എഴുതി. ഇന്നതെന്തായി? അന്ന് യുദ്ധം അതെങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, ഇന്നെന്തായി? അത് മിസൈലുകളായി. അപ്പൊ ഗാസയുടെ അരമനകളിലേക്ക് ഞാൻ തീയമ്പുകളെ അയക്കുമെന്ന് എഴുതി വെച്ചിരുന്ന കാര്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പില്ല, അതിനു മുമ്പില്ല. പക്ഷെ 2700-800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചത് എപ്പോൾ സംഭവിക്കുമെന്നാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അൽ-അഖ്സ പള്ളി പിടിച്ചെടുക്കും. അവിടെയാണ് യെരുശലേം ദേവാലയം ഇരുന്നത്. ആ യെരുശലേം ദേവാലയം ഇരുന്ന് അത് ശൂന്യമാകുമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം ഇതാ വരുന്നു. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ് പോയി. ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ തീത്തോസ് രാജാവ് അതെല്ലാം ഇടിച്ചു കളഞ്ഞു. അതോടുകൂടി എന്തായി? ദൈവത്തിന്റെ ആലയം ഭൂമിയിൽ കെട്ടപ്പെട്ടത് ഇല്ലാതായി. എന്നാൽ ദൈവത്തിന്റെ ഒറിജിനൽ ആലയമായി. അതാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നു. ദൈവം അറിയുന്നു, നമ്മൾ അറിയുന്നില്ലയോ? അങ്ങനെ യഹൂദന്മാർ ചിതറിക്കപ്പെടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇന്ന് ഇസ്രായേൽ ജനത്തിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള രാജ്യം ഏതെന്നറിയാവോ? ഇന്ന് ഇസ്രായേലിലായിരിക്കുന്ന യഹൂദ ജനത്തിന് ഇന്ന് ഭൂമിയിൽ ഏകദേശം 200-ൽ പരം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ വെച്ച് അമേരിക്ക എന്ന് ആദ്യം പറയാം. അമേരിക്ക ഒന്നുമല്ല. യഹൂദന് ഏറ്റവും അധികം ഇഷ്ടമുള്ള രാജ്യം ഇന്ത്യയാണ്. 1700 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ യേശുവിന്റെ കാലത്തിനും അതിനു മുമ്പ് ചിതറപ്പെട്ടു പോയ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവം തന്നെയാണ് ചിതറിച്ചു കളഞ്ഞത്. ഒരുമിച്ചായിട്ട് ഇസ്രായേലായിരുന്നാൽ ശത്രു അതിനെ പിടിച്ചടക്കുമെന്നും ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതെയാകുമെന്നും ദൈവത്തിന് മുന്നമേ അറിയാവുന്നത് കൊണ്ട് ആ ദേശത്തിലെ ജനങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിച്ചു കളഞ്ഞു. അന്ന് വാഹനങ്ങളില്ല, വിമാനമില്ല, ട്രെയിനില്ല, അന്ന് ബോട്ട് സർവീസേ ഉള്ളൂ. അങ്ങനെ നദീതീരങ്ങളിലൂടെ വന്ന് സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എല്ലാം ആൾക്കാർ വന്ന് താമസമായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെ 1ഉം 2ഉം ലോഹമായുധങ്ങളിൽ ഇവരെല്ലാം കൊന്നൊടുക്കി. എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് ആണ് അന്ന് മുതൽ ഇന്ന് വരെ യഹൂദനെ സ്നേഹിച്ച് അവർക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ കഴിയാത്ത തരത്തിൽ അവരെ പരിപാലിച്ചത്. ലോകത്ത് ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പൊ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ ഇന്ത്യയാണ് അതിന്റെ സകല മാപ്പും തന്നത്. അവന് അവിടെ കാർഗിൽ യുദ്ധ സമയത്ത് അങ്ങനെ അവൻ എവിടെ പതിയിരിക്കുന്നു, എവിടെയെല്ലാം ബോംബ് ശേഖരിച്ചിരിക്കുന്നു, അവന്റെ ആയുധങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നത് സ്കെച്ച് എടുത്ത് അതിന്റെ നമ്മൾ ഗൂഗിൾ മാപ്പ് അയച്ചു കൊടുക്കില്ല, ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് പോലെ ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇവർ അതിന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അയച്ചു കൊടുത്തു. അതുവഴിയാണ് ഇവർ അവിടെ മിസൈൽ അയച്ചത്. അപ്പോൾ എവിടെ ഇരിക്കുന്നു എന്ന് ഓരോന്നും സ്ക്വയർ ഫീറ്റ് കണക്കിന് ഇസ്രായേലിനെ സ്കെച്ച് എടുത്ത് ഇന്ത്യക്ക് അയച്ചു കൊടുത്ത് സഹായിച്ചു. ഇപ്പോഴും അത് തന്നെ. ഓപ്പറേഷൻ സിന്ദൂറിലും അങ്ങനെ തന്നെയാണ്. എവിടെയൊക്കെ എന്തൊക്കെ ആക്രമിക്കണം, അമേരിക്കയുടെ അണുകേന്ദ്രത്തില് മനഃപൂർവ്വം തന്നെ ആക്രമിച്ചതാണ്. അത് ഇസ്രായേൽ അറിയിച്ചു കൊടുത്തത് തന്നെയാണ്. അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്ന അവിടെയാണ്. പാകിസ്ഥാനായിട്ട് അണുവായുധമൊന്നും ഇല്ല, അമേരിക്ക കൊണ്ടുവച്ചിരിക്കുന്നതാണ്. അവിടെ ആക്രമിച്ചു. അപ്പോൾ ഇന്നും ഇന്ത്യയെ സഹായിക്കുന്നത് ഇസ്രായേലാണ്. അത്രത്തോളം ഇഷ്ടം. ഈ നെതന്യാഹു പറഞ്ഞിരുന്നു, യഹൂദന്മാരെ പീഡിപ്പിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഈ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെടുമെന്നും എന്നാൽ അതിനെ നടുവാനും ഇടിപ്പാനും പൊളിപ്പാനും, അടുത്ത വാക്യം, തിരികെ പണിയുവാനും എനിക്ക് അധികാരമുണ്ട്. അപ്പൊ യഹൂദനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനും അവനെ ഇടിച്ച് പൊളിച്ച് നാമാവശേഷമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെതറിക്കുവാനും നശിപ്പിച്ചു കളഞ്ഞത് എന്തുകൊണ്ടാ? സ്വന്തം ജനമായിട്ട് നശിപ്പിച്ചത് എന്താ? ദൈവവചനം അനുസരിക്കാത്തത് കൊണ്ടാ. സ്വന്തം ജനം നോക്കിപ്പോ നമ്മള് ഒരു ദേശത്തിന്റെ അധികാരി നമ്മളാണെങ്കിൽ ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് എന്റെ മക്കൾ തന്നെ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കുമെങ്കിൽ ലോകക്കാരെത്ര ഭയപ്പെടണം. സ്വന്തം മക്കളെ പോലും ആദരിക്കാതെ ആ വചനത്തിന് വിരുദ്ധമായപ്പോൾ മക്കളെ ശിക്ഷിച്ചുവെങ്കിൽ ജാതികളായ മക്കളല്ലാത്ത നമ്മെ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാതിരുന്നാൽ എത്ര അധികം ശിക്ഷിക്കും. അതാ ബൈബിൾ പറയുന്നത്, കാട്ടുമരമായ നമ്മെ
നല്ല ഒലിവ് വൃക്ഷം, ഒലിവര യഹൂദൻ, അതിലേക്ക് ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവികമായ കൊമ്പുകളെ, യഹൂദനെ എത്ര അധികം. അപ്പൊ അവരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിച്ചു കളഞ്ഞതിന് കാരണം ദൈവത്തിന്റെ വചനം അവരനുസരിക്കാത്തത് കൊണ്ടാണ്. ചിതറിക്കുക മാത്രമല്ല, ഇപ്പൊ എന്റെ മോനെ ഞാൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ, ഞാൻ ശിക്ഷിച്ചിട്ട് അനുസരിച്ചില്ലെങ്കിൽ അടുത്തെന്ത് ചെയ്യും? ഒരു കാര്യം വ്യക്തമായിട്ട് ഓർക്കുക, ദൈവം ആരെയും ശിക്ഷിക്കാറില്ല. ദൈവത്തെക്കുറിച്ച് അങ്ങനെ ചിന്ത പോലും ഉണ്ടാകരുത്. ബൈബിൾ പറയുന്നു, നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അപ്പൊ എനിക്കൊരു പനിയോ ആക്സിഡന്റോ, ഞാൻ പിന്മാറിപ്പോയപ്പോ എന്നെ തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു അസുഖമോ ക്യാൻസറോ കുഷ്ഠോ ക്ഷയോ എന്തെങ്കിലും രോഗം തന്നിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ പിന്നെ അത് ദൈവമല്ല. എങ്കിൽ യേശു കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓരോ രോഗവും ആക്സിഡന്റും പ്രയാസവും കൊടുത്തിട്ട് ഞാൻ തെറ്റിപ്പോയി, എന്നെ ദൈവം കൊണ്ടുവരുന്നതിനാണ് ഈ രോഗം തന്നെന്ന് പറയരുത്. ദൈവം അത് ചെയ്യില്ല. ഇതെല്ലാം ചെയ്യുന്നത് പിശാച. നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ നിന്നും മാറ്റപ്പെട്ടു പോകുമ്പോൾ ലോകത്ത് പതിയിരിക്കുന്ന അപകടങ്ങളാണ്, അതിൽ പെട്ടുപോകുന്നതാണ്. ഞാൻ വീണ്ടും തിരികെ ക്രിസ്തുവിലേക്ക് വന്നാൽ ക്രിസ്തുവിൽ എല്ലാ തികഞ്ഞ വരങ്ങളും നല്ല ദാനങ്ങളും ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. ആ ദൈവത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ നമ്മൾ നന്മ പ്രവർത്തിക്കും. അപ്പോൾ ദൈവത്തിന്റെ ജനമായ യഹൂദന്മാർ തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കാനുള്ള കാരണം അനുസരിക്കാത്തത്. ദൈവം നേരിട്ടല്ല ശിക്ഷിക്കുന്നത്, പിന്നെ ആരെ ശിക്ഷിക്കുന്നത്? അതിനാണ് ശത്രുവിനെ വെച്ചിരിക്കുന്നത്, പിശാചിനെ. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആദ്യമായി സാത്താനെ ഏദൻ തോട്ടത്തിൽ വെച്ചത് അനുസരണം കെടുന്നവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോടതിയിൽ വെച്ചിരിക്കുന്നതിനാണ് ശിക്ഷ വിധിക്കാനാണ്, ന്യായം വിധിക്കാനാണ്. ന്യായവിസ്താരം ചെയ്ത് ലാസ്റ്റ് ശിക്ഷ വിധിക്കാനാണ്. ശിക്ഷ വിധിക്കുന്ന ജഡ്ജിയാണോ തൂക്കിക്കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതും? അല്ലല്ലോ. അവിടെ ആരാച്ചാരം വെച്ചിട്ടുണ്ട്, ജയിലുകൾ വെച്ച്, സെല്ലുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം അന്യായങ്ങൾ നോക്കിയിട്ട് ന്യായം വിധിക്കുന്നു, എന്നിട്ട് ശിക്ഷിക്കുന്നത് മറ്റൊരുവൻ, ആരാച്ചാർ. എന്നതുപോലെ ഇവിടെയും ദൈവം ശിക്ഷിക്കില്ല, ഒരിക്കലും ശിക്ഷിക്കില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യാനി പറഞ്ഞാലും ദൈവത്തെ അപമാനം പറയുകയാണ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഒക്കെയും ഉയരത്തിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അപ്പൊ എങ്ങനെ ദോഷം വരുന്നതോ? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിട്ട് മാറിപ്പോകുമ്പോൾ പതിയിരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം തെറ്റിപ്പോയപ്പോൾ ദൈവമല്ല അവരെ ശിക്ഷിച്ചത്. ദൈവം ഇസ്മായിൽ, അറിയാലോ, 2 വംശം, അബ്രഹാമിന്റെ ഇസഹാക്ക് ക്രിസ്തീയ പരമ്പര, ഇസ്മായിൽ മുസ്ലിം പരമ്പര. അതിൽപ്പെട്ട ജനത്തെ അവിടെ ദൈവം അവരെ ശക്തിപ്പെടുത്തി. യഹൂദന്മാരുടെ ശത്രുക്കളെ, നിരായുധരായിരുന്നവരെ, ഒരു ശക്തിയും ഇല്ലാത്തവരെ ദൈവം അവിടെ ശക്തിപ്പെടുത്തി. ഇവനേക്കാൾ ശക്തിപ്പെടുത്തിയിട്ട് ഇവന്റെ ശത്രുവിനെ കൊണ്ട് ഇവനെ അടിമകളാക്കി പിടിച്ചുകൊണ്ട് അവരുടെ ദേശത്ത് കൊണ്ടുപോയി അടിമയാക്കി വെച്ചു. എന്റെ മോനെ അടിമയാക്കാൻ ഞാൻ ഒരു ശത്രുവിനെ വിളിച്ചു കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി നീ ഇവനെ അടിമയാക്കിക്കോ എന്ന് പറയണമെങ്കിൽ അവൻ എത്രത്തോളം അനുസരണം കെട്ടവനായിരിക്കണം. ദൈവനിന്ദയോടുകൂടി ജീവിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ തന്നെ ദൈവം ഒരു കൂട്ടം ജനത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിച്ചു കളഞ്ഞു. അതാണ് പറഞ്ഞത്, നടുവാനും യഹൂദനെ കൊണ്ടുവന്നു, പണിയുവാനും അവനെ പണിതു, എന്നിട്ടോ ഇടിപ്പാനും പൊളിപ്പാനും അവനെ നശിപ്പിച്ച് കളയുവാനും ചിതറിച്ച് കളയുവാനും പിന്നെ തിരികെ പണിയുവാനും എനിക്ക് അധികാരമുണ്ട്. അപ്പൊ യഹൂദനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അവനെ വളർത്തുകയും അവൻ നിന്ദിച്ചപ്പോൾ ദൈവത്തിന് അപമാനം ഉണ്ടാകുന്ന രീതിയിൽ ജീവിച്ചപ്പോൾ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവനെ പീഡിപ്പിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴും ദൈവം ഒരു ഭാഗത്തുകൂടെ അവനെ കരുതിയിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കപ്പെട്ടു. അങ്ങനെ ഇടിച്ചു പൊളിച്ചു. തിരികെ പണിയുവാനും എനിക്ക് അധികാരമുണ്ട്. 1947 മാർച്ച് മാസം 14 ആയപ്പോഴേക്കും ഇസ്രായേലിന് രാജ്യം തിരികെ ലഭിച്ചു, ബാർബർ വിളംബരത്തിലൂടെ. അത് ബ്രിട്ടീഷിലുണ്ടായിരുന്ന ഒരു മന്ത്രിയാണ്, ബാർബർ എന്നാണ് പേര്. അദ്ദേഹമാണ് ഒരു ബാർബർ വിളംബരം പ്രഖ്യാപിച്ചിട്ട് 1-2 ലോകമഹായുദ്ധങ്ങളിൽ, ലോകത്ത് നടന്ന യുദ്ധങ്ങളിൽ മുൻപന്തിയിൽ നിന്നത് യഹൂദന്മാരായിരുന്നു. ഈ യഹൂദന്മാർ നിന്നിട്ടാണ് പല യുദ്ധങ്ങളും ജയിച്ചത്. അതുകൊണ്ട് ഇവർക്കൊരു രാജ്യമില്ല,
ഇവർക്കൊരു രാജ്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആ ബാർബർ വിളംബർ ബ്രിട്ടീഷിലെ രാജാവിന് അല്ല അന്നത്തെ ഭരണാധികാരിക്ക് തോന്നി. അവരാണ് ഇസ്രായേലിൽ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യഹൂദന്മാരെ അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തത്. നോക്കൂ, 2000-4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, തിരികെ നടുവാനും വീണ്ടും പണിയുവാനും എനിക്ക് അധികാരമുണ്ട്. ആ സമയം ഇസ്രായേൽ എങ്ങനെയായിരിക്കും? ഇസ്രായേലും ചുറ്റുമുള്ള പ്രദേശങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കണം. ചുറ്റുമുള്ള പ്രദേശങ്ങൾ മുഴുവനും ഉണങ്ങി വരണ്ട മൊട്ടക്കുന്നുകളായിരിക്കും. ഇതിന് ഉദാഹരണം, അബ്രഹാമിനെ വിളിച്ചപ്പോൾ കൂടെ കൂടിയത് ലോത്ത് തെരഞ്ഞെടുത്തത് സമൃദ്ധിയായ ദേശം. അബ്രഹാം തെരഞ്ഞെടുത്തത് മൊട്ടക്കുന്ന് എന്താ? പാറ. ആ പാറ ക്രിസ്തുവായിരുന്നു. അവിടെ വിളയിക്കുവാനുള്ള സമൃദ്ധി അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അത് കാഴ്ചയിലല്ലായിരുന്നു. കാഴ്ചയിലുള്ളത് സോദോം തെരഞ്ഞെടുത്തു. നമ്മൾ ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ കാണുന്ന ഇമ്പത്തിന്റെ പുറകെ അല്ല പോകാൻ, കാണാൻ കഴിയാത്ത ക്രിസ്തുവിന്റെ പുറകെ പോയാൽ ഇല്ലാത്തതെല്ലാം കർത്താവ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. അത് ആർക്കും തകർക്കാനും കഴിയില്ല. സകലവും യഥാസ്ഥാനത്താക്കും. അപ്പോൾ യഹൂദന്മാരെ തിരികെ കൊണ്ടുവരുമ്പോൾ അവർ കഴുകൻ ചിറകിലേറി വരുമെന്ന് പറഞ്ഞിരുന്നു. പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടില്ല. കഴുകൻ ചിറകേതാ? വിമാനത്തിൽ തിരികെ വരുമെന്ന്. എല്ലാവരും വന്നത് അങ്ങനെ വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്. അവരെ കഴുകൻ ചിറകിലേറ്റ് ഞാൻ തിരികെ കൊണ്ടുവരും. അങ്ങനെ അവിടെ വന്നപ്പോൾ ചുറ്റുമുള്ള പ്രദേശം മുഴുവനും ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ജലസമൃദ്ധിയില്ല. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും പല പ്രദേശങ്ങളും ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. പക്ഷെ എന്നാൽ ഞാൻ ഇസ്രായേലികളിൽ മതിലുകളെ പണിയും. ഇസ്രായേൽ ചുറ്റും മതിൽ പണിതു, വീടുകളെ വയ്ക്കും, സമൃദ്ധി നീരൊഴുക്കുള്ള പ്രദേശമാക്കി തീർക്കും, ഫലപുഷ്ടിയുള്ള മണ്ണാക്കി തീർക്കും. വിളവ് ഇന്നും ഏകദേശം 40% പഴവർഗ്ഗങ്ങളും ഭക്ഷ്യവസ്തുക്കളും ലോകത്ത് വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ വലിപ്പം അറിയാമോ? കേരളത്തിന്റെ പകുതിയുമില്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഇത്രയും ഏകദേശം വരുള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ രാജ്യം ലോകത്തിന് 40% ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നു. സമൃദ്ധിയായിട്ട് ദൈവം നേരിട്ട് നടത്തിയതാണ്. 77 1978 അവർ വന്ന ശേഷം ഇന്നും ലോകത്തുള്ള ഈ കൃഷി വിഭവങ്ങളെല്ലാം ഹൈബ്രിഡ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്ന യഹൂദന്മാരാണ്. അപ്പോൾ ഇതെല്ലാം ബൈബിളിലുണ്ട് സംഭവിക്കുമെന്നത്. അപ്പോൾ അവരെ തിരികെ പണിയുവാനും എനിക്ക് അധികാരമുണ്ട്. ചുറ്റുമുള്ള പ്രദേശങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉണങ്ങി വരണ്ട് കിടക്കുമ്പോൾ ഇവിടെ സമൃദ്ധിയുള്ളതാകും. ദൈവം നേരിട്ട് നടത്തുകയാണ്. അങ്ങനെ അവരിപ്പോ ഈ മശിക വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന മശികയെ തള്ളിക്കളഞ്ഞതോടുകൂടിയാണ് ചിതറപ്പെട്ടത് കൂടുതലും. ഇപ്പോൾ മശികയുടെ വരവിനായി കാത്തിരിക്കുന്നു. ആ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് അവർക്ക് കൊടുക്കുന്ന ചില അടയാളങ്ങളാണിത്. ഇപ്പോൾ ഇസ്രായേലിലുള്ള ജനങ്ങളൊക്കെ മരിക്കും, ഏകദേശം യഹൂദന്മാരെല്ലാം മരിക്കും, ഏകദേശം ഉള്ളവര്. കാര്യം എന്നിട്ട് 1,44,000 പേരെ തെരഞ്ഞെടുക്കുന്നവരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കിടക്കുകയാണ്. ഇന്നും നമ്മുടെ ഇന്ത്യയിലുണ്ട് കുറെ ആൾക്കാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. ഇന്ന് അമേരിക്കയിൽ 90 ലക്ഷം യഹൂദന്മാരുണ്ട്. അവിടെയുള്ള സ്ഥിരാകേന്ദ്രങ്ങളിലും ഈ ആയുധങ്ങളും ഇത് മുഴുവനും സംഘടിപ്പിക്കുകയും യുദ്ധം ചെയ്യുകയും മിലിറ്ററിയിലും സമ്പദ് വ്യവസ്ഥകളിലും ഏറിയ ഭാഗവും യഹൂദന്മാരാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭരണം എത്ര തന്നെ മാറി മാറി വന്നാലും അവിടുത്തെ ഒരു ഭരണകർത്താവിനും ഇസ്രായേലിനെ തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ ഇസ്രായേലിനെ തള്ളിക്കളയുന്നതിന് മുമ്പ് ഇസ്രായേലിനെതിരായിട്ട് 2 ചേരി ഉണ്ടാകുമെന്ന് പറഞ്ഞതും നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും നല്ലവണ്ണം അടി വാങ്ങിക്കും. ഇറാനും ചൈനയും റഷ്യയും ഒക്കെ ചേർന്ന് ഒരു രാജ്യം വരുമെന്ന് ബൈബിളുണ്ട്. അങ്ങനെ ഒരു ചേരി ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസവും വാർത്ത കേൾക്കുമ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. G7 രാഷ്ട്രങ്ങളായിരുന്നു ഒത്തുകൂടിയിരുന്നത്. ബ്രിക്സ് 3 ചൈന, ഇന്ത്യ, റഷ്യ മാത്രമായിരുന്നു. പിന്നെ ബ്രസീൽ വന്നു. ഇപ്പോൾ അതിനകത്ത് ഏകദേശം 12 രാജ്യങ്ങൾ ആഡ് ആയി. ഇനിയും പല രാജ്യങ്ങളും ഖത്തറൊക്കെ പിന്നത്തുണ്ട്. പല രാജ്യങ്ങളും ഇതിൽ ചേരാൻ പോവുകയാണ്. അത് ആര് തലപ്പത്ത്? റഷ്യ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ മുൻ കണ്ടിട്ടാണ് എല്ലാവരും ഒത്തുകൂടും. പക്ഷെ ഇന്ത്യ റഷ്യ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് ബൈബിൾ. അപ്പൊ റഷ്യയുടെ ഭാഗത്ത് ഒരു ചേരിയും അമേരിക്കയുടെ കൂടെ മറ്റൊരു ചേരിയും. ഇവർ ഇസ്രായേലിന് അനുകൂലമായ ഒരു ടീമും ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരു ടീമും. അപ്പോൾ അതിനു മുമ്പ് കർത്താവ് ജനത്തെ തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പ്രകാരം കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ വാർത്ത കണ്ടാൽ
മൊബൈലിലും കിട്ടും. അത് നടക്കുന്നുവെങ്കിൽ മണവാട്ടി തന്നെത്താൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതെല്ലാം നമുക്കല്ല, ഇത് അവിശ്വാസിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വിശ്വാസിക്ക് വചനം വെച്ചിട്ടുണ്ട്, അത് അവന്റെ ഹൃദയത്തിലാണ്. ആ ആത്മാവാണ് നമ്മെ വഴി നടത്താനുള്ളത്. ആ അടയാളം കണ്ടിട്ടല്ല ഞാൻ ഒരുങ്ങേണ്ടത്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ജനം ആത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവരാ. അവരാ വിശുദ്ധന്മാർ, ഒന്നാമത്തെ ഗണത്തിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ചേരിയായിട്ടുണ്ട്. ഇപ്പോൾ അയൺ ബീം ഇസ്രായേൽ ഉപയോഗിച്ച് തുടങ്ങി. ചൈന കുറച്ച് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പൊക്കം കൂടിയ മരങ്ങൾ മുറിക്കണമെങ്കിൽ നമ്മൾ ടോർച്ച് അടിക്കുന്നവരെ ഒരു ലേസർ ബീം ഇങ്ങനെ അടിച്ചാൽ മതി, ആ മരം മുറിഞ്ഞു വീഴും, കത്തിപ്പോകും. ആ ചെറിയ തരത്തിലൊക്കെ കണ്ടുപിടിച്ചുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ട് മെനിഞ്ഞാന്ന് ഇസ്രായേൽ അവരുടെ സൈന്യത്തോടു കൂടെ ചേർത്തു അയൺ ബീം. നല്ല വലിപ്പമുള്ള, മറ്റേ ടോർച്ച് അടിക്കുമ്പോൾ നമ്മൾ മുമ്പ് അറിയാലോ, ഒരു ചെറിയ ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. ഫാൻസി സ്റ്റോറിലൊക്കെ കിട്ടും, 25 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു ലൈൻ പോലെ പോകുന്നത്. ഇത് വളരെ വലിയ വൃത്താകൃതിയിൽ ഉയർന്നു വരുന്ന വിമാനങ്ങളിലും അവരുടെ മിസൈലുകളിലും പോയി ചെന്ന് അടിക്കുമ്പോൾ ആ മിസൈൽ കത്തിപ്പോകും. ഇവിടെ ഇസ്രായേൽ വരുന്നതിന് മുമ്പ് തന്നെ അത് ദഹിപ്പിച്ച് കളയാൻ പറ്റുന്ന, ലോകത്ത് ആദ്യമായി ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു അയൺ ബീം കണ്ടുപിടിച്ചത് ഇസ്രായേലാണ്. ആദ്യമായി കണ്ടുപിടിച്ചത് ഇസ്രായേൽ തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്, ഇവിടെയുണ്ട്. ഇന്ത്യയും കണ്ടുപിടിച്ചതിന് കാളി എന്നാണ് ഇവിടുത്തെ പേര് കൊടുത്തിരിക്കുന്നത്. അയൺ ബീം. പക്ഷെ പവർ കുറവാണ്, കുറച്ച് ദൂരം മാത്രമേ, 2-2.5 കിലോമീറ്റർ എന്തേ പോകുള്ളൂ. അത്രയും പോയിട്ട് കാര്യമില്ല. യുദ്ധവിമാനങ്ങളും മിസൈലുകളും വരുന്നതിന് വളരെ മുൻപ് തന്നെ അതിനെ തകർത്ത് കളയണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ എല്ലാ ലോക രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇസ്രായേല് സമൃദ്ധിയോടുകൂടി ലോകത്തായിരിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ഇന്ന് ഉണങ്ങി വരണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഗ്രേറ്റ് ഇസ്രായേൽ വലുതാക്കും, വികസിക്കും. നമ്മുടെ ബൈബിൾ നോക്കിയാൽ അറിയാം അതിന്റെ വലിപ്പം നോക്കിയാൽ. പാലസ്തീൻ ദേശം മുഴുവനും നേരത്തെ ഇസ്രായേലിനോടൊപ്പം തന്നെ ആയിരുന്നു. അതെല്ലാം ഇപ്പോൾ പിടിച്ചെടുക്കാൻ പോവുകയാണ്. വളരെ ചുരുക്കം സമയങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കാനുള്ളത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇസയിലേക്ക് വരികയാണ്. മത്തായി സുവിശേഷം 5:5 യേശു പറയുന്നു, സൗമ്യതയുള്ളവൻ ഭൂമിയെ അവകാശമാക്കും. ഏത് ഭൂമി? ഈ ഭൂമിയല്ല. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കുക. സൗമ്യത എന്ന വാക്കിനെന്താ? എളിമയുള്ളവൻ, താഴ്മയുള്ളവൻ. 7 മുദ്രകൾ സംസാരിക്കാൻ നിന്നപ്പോൾ പ്രവാചകൻ ധാരാളം നോട്ടൊക്കെ തയ്യാറാക്കി, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകമൊക്കെ പഠിച്ചിട്ട് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, അതൊക്കെ അവിടെ വയ്ക്കൂ, എനിക്ക് എന്റെ ജനം എങ്ങനെ ആയിരിക്കണമെന്ന് എനിക്കൊരു ഉദ്ദേശമുണ്ട്, അപ്രകാരമായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഠിപ്പിക്കാൻ. കാര്യം ഉയരത്തിൽ നിന്ന് ദൈവം എളിമ ധരിച്ച്, താഴ്മ ധരിച്ച് ഭൂമിയിൽ വന്ന് പിശാചിൽ നിന്നും വിജയം വരിച്ചിട്ടാണ് ഏറ്റവും താഴെ പോയ ശേഷമാണ് ഏറ്റവും മുകളിൽ പോയതെങ്കിൽ, ദൈവത്തിന്റെ ജനവും നോക്കൂ, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്നു. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് വന്നു. യേശു ഇവിടെ ജീവിക്കുന്നത് സാധാ മനുഷ്യരുടെ ഇടയിലേക്കാണ്. ഇവിടെ സാധാ മനുഷ്യർ. അപ്പൊ ഇവിടെ നിന്ന് കർത്താവ് നമ്മൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയായി. യേശു ഇവിടെ ജീവിക്കുമ്പോൾ ഉയർന്ന രാജ്യത്തിന്റെ നിയമം ഈ താഴ്ന്ന രാജ്യത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ താഴ്ന്ന രാജ്യത്തിലുള്ള എല്ലാറ്റിനെയും തോൽപ്പിച്ചു. യേശു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. നമ്മളും ഇവിടെയാണ് താമസിക്കുന്നത്. എവിടെ? ചെന്നായ്ക്കളുടെ ഇടയിലാണ്. പക്ഷെ ആഹാരം മുകളിലായിരിക്കണം. കഴുകൻ കുഞ്ഞുങ്ങളാ. കഴുകന്റെ ആഹാരം മുകളിൽ തന്നെ ദൈവം കരുതിയിട്ടുണ്ട്. അതുപോലെ നാം ഇവിടെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ആക്കിയിരിക്കുമ്പോൾ ഉയർന്ന രാജ്യത്തിന്റെ നിയമം ഈ താഴ്ന്ന രാജ്യത്തിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ജീവിച്ചാൽ ഈ താഴ്ന്ന രാജ്യത്തിന്റെ സകല നിയമങ്ങളും കീഴടങ്ങും. എന്തുകൊണ്ട്? ഈ താഴ്ന്ന രാജ്യത്തിലുള്ള സകലതിനും അറിയാം ഇവൻ മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എഫേസർ 3 ഒന്നെടുക്കും. എഫേസർ 1:3. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു സ്വർഗീയങ്ങൾ എങ്ങനെ നോക്കുക? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓക്കെ, അപ്പൊ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്തിനാണ്?
നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതിന്. ഈ നിഷ്കളങ്കരും വിശുദ്ധരും എന്ന് പറയുന്ന എളിമ ധരിക്കേണ്ടത്. അപ്പോൾ ഈ താഴ്ന്ന ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്നത് സ്വർഗീയ ഇടങ്ങളിലേക്ക്. ക്രിസ്തുവിൽ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ആത്മീകമായി നമുക്കൊരു ആത്മീക ബോഡി ഉണ്ട്. അതാണ് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്, അവിടെ ഒരുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിടത്ത് പറഞ്ഞ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒരുക്കിയിട്ട് വന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടെ ഉണ്ട്. മരണസമയത്തും പറയുന്നു, കൈപ്പണിയായ ഈ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത മറ്റൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ട്. അവിടെ ഒരു ആത്മീക ബോഡി ഉണ്ട്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ആത്മീകമായി സ്വർഗീയിടങ്ങളിലാക്കി വച്ചിരിക്കുകയാണ് നമ്മെ. ആ ആത്മീക ഇനി നാം ക്രിസ്തു വിശ്വാസിയായ ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ നാം ഇവിടെ ഒത്തുകൂടുന്നത് പോലെ നമ്മുടെ ആത്മീക ബോഡി ഇന്ന് അവിടെ കൂടുകയാണ്. അതിന് ദശാംശം നമ്മൾ പറഞ്ഞു, ഇവിടെ മരിച്ചു പോകുന്നവർ ദശാംശം വാങ്ങിക്കുന്നു, അവിടെ ജീവനായിട്ടുള്ളവർ എന്ന് പേർ പറ്റവർ. അവിടെ അപ്പോൾ നിത്യജീവൻ പ്രാപിച്ച, പണ്ടേ ആത്മാവിന് ജീവനുണ്ട്, നിത്യജീവൻ നമ്മൾ ഇവിടെ പ്രാപിക്കുമ്പോൾ അത് നിത്യജീവൻ പ്രാപിച്ചായിട്ട് ആ ബോഡിയും അവിടെ ഒത്തുകൂടുന്നു. അതാണ് സകലവും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നതും, കർത്താവിന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതും. അപ്പോൾ നമ്മൾ ഇവിടെ വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് മുദ്രയോടുകൂടെ കർത്താവ് നമ്മളെ വീണ്ടും ആക്കിയിരിക്കുന്നത് ചെന്നായ്ക്കളുടെ ഇടയിൽ തന്നെ. എന്നാൽ നമ്മൾ ഒരു ആത്മീക മനുഷ്യനാണ്. നമ്മൾ ഇവിടെ നിന്നും വേർപെട്ട ഒരു വ്യക്തി ആയിരിക്കണം എപ്പോഴും. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് കേട്ടതാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ബന്ധുക്കളുടെ കൂടെയും രാവിലെ പറഞ്ഞ നമ്മൾ ഈ ശരീരത്തിൽ തന്നെ, പഴയ ഭവനം തന്നെ, പഴയ ആൾക്കാർ തന്നെ, എങ്കിലും എന്നെ കർത്താവാക്കിയിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ ആ വിഷയം പഠിപ്പിച്ചാണ്, വരച്ച് പഠിപ്പിച്ച്. ഓർക്കുന്നുണ്ടോ? ഇവിടെ കുറെ നിയമങ്ങളും കൽപ്പനകളും തന്നു. ഉയർന്ന രാജ്യത്തിന്റെ നിയമങ്ങളും കൽപ്പനകളും തന്നു. നമ്മളന്ന് പഠിപ്പിച്ചാണ്. ഇവിടുന്ന് അബ്രഹാമിനെ ഇവിടെ നിന്ന് വിളിച്ചു, കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. ലോകപ്രകാരമായിരുന്നു. അവിടെ നിന്ന് കർത്താവ് നമ്മെ വിളിച്ചു, ഇവിടെ നിന്ന് ലോകത്ത് നിന്ന്. ഇത് ഞാൻ യേശു കുറിച്ച് താഴ്ന്ന അത് കാണിക്കാൻ അത് പറയാം. ഇവിടെ നിന്ന് വിളിച്ചിട്ട് അബ്രഹാം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടരാണ്. കർത്താവ് കാണുന്നത് ഇവിടെ പോയതായിട്ട്. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ നിയമങ്ങളും കൽപ്പനകളും തന്നു. ഈ നിയമ കൽപ്പനകൾ പ്രകാരം വിശ്വസിക്കുന്ന ഒരുത്തനെ ദൈവം പിന്നെ കാണുന്നത് ഇവിടെ ജീവിക്കുന്നതായിട്ടാണ്. അതിനുശേഷം യേശു ക്രിസ്തു വന്നു, കാൽവരിയിൽ ക്രൂശിൽ യാഗം മരിച്ചു. നമ്മൾ ഇന്ന് ലോകത്ത് അന്യരും പരദേശിയുമായിരുന്ന നമ്മെ കർത്താവ് ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തിലൂടെ വീണ്ടും നമ്മെ സ്വർഗീയ ഇടങ്ങൾ, അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ക്രൂശ് മരണത്തിലൂടെ കർത്താവ് നമ്മെ ഇപ്പൊ ഇവിടെ കാണുന്നു, സ്വർഗീയ ഇടങ്ങളിലാക്കിയിരിക്കുന്നു. ഇവിടെയാണ് ആത്മീകമായി. പക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവരെ പോലെ ആകാതെ ഇവിടെ സ്വർഗീയന്മാരെ പോലെ ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമെല്ലാം. ഇവരോടൊപ്പം ജീവിച്ചുകൊണ്ട് ഇവരെ പോലെ ജീവിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പറയുന്നത്, ഇതാ ഒരു ക്രിസ്തു വിശ്വാസി. അപ്പൊ നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നു. ഇവിടെ ജീവിച്ചുകൊണ്ട് ഇവിടെ ഉള്ളവർ കാണണം, നിങ്ങൾ മാറ്റപ്പെട്ടല്ലോ, ഒരു പ്രത്യേകത ഉണ്ടല്ലോ നിങ്ങളെ കാണുമ്പോൾ, മുമ്പത്തെ പോലെ അല്ലല്ലോ എന്ന് പറയുന്നുവെങ്കിൽ അതാണ് സാക്ഷ്യം, ഫലം. ആ ഫലമുള്ളതിന് ദൈവം കണക്കിടുന്നത് ഇവിടെ ഉള്ളവരായിട്ടാണ്. ഇവിടെ ഉള്ളവർ ആത്മീകമായി ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന നമ്മൾ ഉയർന്ന രാജ്യത്തിന്റെ നിയമം താഴ്ന്ന രാജ്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നിയമങ്ങൾ കീഴടങ്ങും. കാരണം ഇവിടെയുള്ള സകലത്തിനും അറിയാം ഇവൻ ആൾ മാറ്റപ്പെട്ടവനാണ്. അതാണ് ഭൂമി പലപ്പോഴും ദൂതന്മാരുടെ ശബ്ദത്തിനായി കാതോർക്കുന്നത്. നമ്മളുടെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കണം. നമ്മളൊരു കാര്യം പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. പക്ഷെ എനിക്ക് ഉത്തമ ബോധം വേണം. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്ന, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ അറിയണം. ഞാൻ തിരിച്ചറിയുമ്പോൾ അത് ലോകവും അതിലുള്ളതും അറിഞ്ഞിരിക്കും. അതാ മുമ്പ് പറഞ്ഞത്, ഒരു തെങ്ങ് ഉണങ്ങി കരിഞ്ഞു പോയപ്പോൾ അതിന്റെ കരിഞ്ഞ ഇലയിൽ തന്നെ പോയി ചെന്ന് പിടിച്ചിട്ട് അതിനോട് ജീവൻ ഉണ്ടാകാൻ പറഞ്ഞു, പുതിയ നാമ്പ് വന്നു. അതിനറിയാം ആരാണ് പറയുന്നത്, എന്ത് വിശ്വസിച്ചാണ് പറയുന്നതെന്ന് അറിയാം. ഇവിടെയുള്ള സകല ചരാചരങ്ങൾക്കും അറിയാം, മണ്ണിന് വരെ അറിയാം. പ്രത്യേക പ്രവാചകൻ പറഞ്ഞ ഒരു പ്രത്യേക സമയങ്ങളിൽ ചില പശു, കോഴി, ആട് ഇതൊക്കെ ഇങ്ങനെ നിൽക്കണതാണ്. ചില പ്രത്യേക സമയങ്ങളിൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഭൂകമ്പമോ പ്രകൃതിക്ഷോഭമോ വരുന്നതിന് മുമ്പ് ചില പക്ഷികള്, മൃഗങ്ങളെല്ലാം അവിടെ വിട്ട് ഓടും. കെട്ടിയിരിക്കുന്ന പശുക്കൾ പൊട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്, ഭൂകമ്പം വരുന്നതിന് മുമ്പേ. അതുകൊണ്ട് ഗൾഫ് പല രാജ്യങ്ങളിലും ചില തരത്തിൽപ്പെട്ട പക്ഷികളെ വളർത്തുന്നുണ്ട്. ഈ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ചില പക്ഷികളെ വളർത്തുന്നുണ്ട്. ഭൂകമ്പം വരുന്നതിന് മുമ്പ് അതിനറിയാൻ പറ്റും.
അതെന്താ? അതിന് പാപമില്ല, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ അതുപോലെ ഈ പ്രകൃതിയിലുള്ള സകലതിനും അറിയാം. നമ്മൾ പറഞ്ഞു നോക്കൂ, വിശ്വസിച്ചുകൊണ്ട് പറയുന്ന, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം സംഭവിക്കുന്ന. പോൾ പാസ് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാം. അങ്ങനെയെങ്കിൽ പൗലോസ് പറഞ്ഞാല്, പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ അറിയാം, വലിയ നീ ആരെന്ന് ചോദിക്കും. അതുപോലെ അങ്ങനെയല്ല, ആ ക്രിസ്തു എന്നിൽ വസിക്കുന്ന ഉത്തമ ബോധത്തോടുകൂടെ ഞാൻ പറയും. എന്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം, ക്രിസ്തുവിന് യോഗ്യമായ രീതിയിലാണെങ്കിൽ. പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞല്ലോ, വചനം എന്നിൽ വരുന്നത് എന്നിൽ ജീവിക്കുവാനാണെങ്കിൽ ദൈവം, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ക്രിസ്തു പറഞ്ഞതിന് തുല്യം തന്നെയായി പോകും. ഞാൻ ചെയ്തതും അതിലധികവും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ താഴ്ന്ന രാജ്യത്തായിക്കൊണ്ട് ഉയർന്ന രാജ്യത്തിന്റെ വചനം പ്രമാണിച്ചനുസരിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അറിയാൻ കഴിയും. മണ്ണിന് പോലും ജീവനുണ്ട്, സകലത്തിനും. ദൈവത്തിന്റെ സൃഷ്ടി ഒന്നും ജീവനില്ലാത്തല്ല, എല്ലാം ജീവനുള്ളതാണ്. ഉണങ്ങിയ അസ്ഥി പോലും കേൾക്കുന്ന സമയം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ വചനം എടുത്ത അസ്ഥികളെ നോക്കി പ്രവചിക്കുന്നുണ്ട്. അതെനിക്ക് കേൾക്കുന്നുവെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞ നമ്മൾ എത്ര വിശുദ്ധ ജീവനായിരിക്കണം. ഞാൻ ആരാണെന്ന് ഞാനത് തിരിച്ചറിയണം. നമ്മൾ ഏഴയാണ്, പുഴുവാണ്, കൃപിയാണെന്ന് പറയുന്ന ദാസനേക്കാൾ ഗതികെട്ടവനാ. ഗലാത്യർ 4, അവകാശ സകലത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷത ഉള്ളവനല്ല. ദാസന്റെ അത്ര പോലും വിശേഷത ഇല്ലാത്തവനാ. കാര്യം അവനെ ആക്കിയിരിക്കുന്നത് സ്വർഗീയടങ്ങളില്ല. ദൈവമാണ് വിളിച്ചാക്കിയിരിക്കുന്നത്. ഇന്ന് എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ പഴയ നിമിത്തം ദാസന്മാർക്ക് അറിയാമായിരുന്നു, സിംഹം വന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ചാൽ മതി, ദൈവം പ്രവർത്തിച്ചോളൂ. ആ ഗോലിയാത്തിനെയും സൈന്യത്തെയും കണ്ടപ്പോ കുള്ളനായ ദാവീദ് പ്രവർത്തിച്ചെന്താ? എന്റെ ഭുജം നിന്നെ താങ്ങിക്കൊള്ളുന്നു. പണ്ട് മോശയ്ക്ക് കൊടുത്ത വചനം അവൻ മോശയിലുണ്ടായിരുന്നു, മോശ ക്രിസ്തുവിലുണ്ടായിരുന്നു, ദാവീദും ക്രിസ്തുവിലുണ്ടായിരുന്നു, നാമും ക്രിസ്തുവിലുണ്ടായിരുന്നു എങ്കിൽ ആ വചനം ഇന്നും നമ്മളെ പരിപാലിക്കും. വഴിനടത്തും. ആ ഒരു വചനം വിശ്വസിച്ചുകൊണ്ട് വേണം ഇവിടെ ജീവിക്കുവാൻ. അപ്പോൾ ഉയർന്ന രാജ്യത്തെ ജീവിതം എന്താ? കാൽവരി ക്രൂശിലെ യാഗത്തോടു കൂടി നമ്മെ കർത്താവ് സ്വർഗീയ ഇടങ്ങളിലാക്കി വെച്ചിട്ട് നാം ഒരു വേർപെട്ട ജനമാണ് നാം. പിന്നെ പഴയ സഭകളിലോ അവിടെ ഉപദേശം കേൾക്കാനോ അവിടെ അത് രാവിലത്തെ മെസ്സേജ് ഉണ്ടായിരുന്നു, അവിടെ ഒരു കാര്യങ്ങൾക്കും പോകരുത്. വല്ല പ്രകാരം നമുക്ക് ദൈവം വിളിച്ച്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഞാനാണ് നമുക്ക് പ്രധാനപ്പെട്ട വ്യക്തിക്ക് നമ്മൾ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ വീണ്ടും അശുദ്ധിയിലേക്ക് പോകണമെങ്കിൽ വിളിച്ച എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാ. അവസാനത്തോളം വഴി നടത്തുമെന്ന് ആ വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പരിപൂർണമായി അവിടെ നിൽക്കുമായിരുന്നു. വിശ്വാസം പറയുമ്പോഴും പറയുന്നത്. അപ്പോൾ അവിടുത്തെ മന്ന ശവന്തീനി കഴുകന്മാരെ പോലെ വെളിപ്പാടില്ല. വചനം ഭക്ഷിക്കാം. വചനം ഭക്ഷിച്ചിട്ട് നമ്മൾ ഇത്രയും കാലം അവിടെ ഇരുന്നല്ലോ. പക്ഷെ കർത്താവ് തന്റെ സഭയിൽ പണിയുന്നത് വെളിപ്പാടിലാകുന്നു പണിയാണ്. അതുകൊണ്ടാണ് അവിടെ പോകരുതെന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗീയ ഇടങ്ങളിലാക്കി വെച്ചിരിക്കുന്ന നാം ഇവിടെ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പത്രങ്ങളാവുക, ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുക. അപ്പോൾ നമ്മെ കൊണ്ടുപോകുന്നതും സ്വർഗീയ ഇടങ്ങളിലേക്കാകുന്നു. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ എളിമയുള്ളവൻ, സൗമ്യതയുള്ളവൻ ഭൂമി അവകാശമാക്കും എന്ന് പറഞ്ഞാൽ, സൗമ്യത മീൻസ് എളിമ. എളിമയും താഴ്മയും ഉള്ളവർ മാത്രമേ ദൈവസന്നിധിയിൽ വലിയവനായി ദൈവം കണക്കിടുകയുള്ളൂ. ഈ കാലത്തെ ലോകം എളിമയുള്ളവനെ നോക്കി എന്ത് പറയും? എളിമ വരുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവ് വരുമ്പോഴുള്ള എളിമയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അല്ല സ്വാഭാവികമായും നമ്മളെക്കാൾ എളിമയുള്ളവരില്ലേ? നമ്മളെക്കാൾ വിശുദ്ധ എത്ര ഹിന്ദുക്കളിലും മുസ്ലിംസിലൊക്കെ ഭയങ്കര ഭക്തിയോടുകൂടി പാവങ്ങളെ സഹായിക്കുകയും മറ്റുള്ളവർ കരുണ ഉണ്ടാവുകയും ജന്മനാ തന്നെ പ്രത്യേകതകളുള്ള ജനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷെ അവർക്കൊന്നും നമുക്കുണ്ടായ ഭാഗ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ ക്രിസ്തുവിൽ താണിരിപ്പിനെന്ന ബലമുള്ള ഭുജം എന്താ? കർത്താവിന്റെ ശരീരം, അതാണ് ക്രിസ്തുവിൽ. ആ സഭയിൽ ആ എളിമയുള്ളവൻ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞാൽ ആ എളിമയുള്ള ജീവിതം ഇവിടെ ജീവിക്കുമെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലുണ്ടെന്ന് അവിടെ നമുക്ക് അവകാശമാക്കുവാൻ പറ്റും. ഓക്കെ, ഇത് വേറൊരു ഭൂമി ആകാൻ പോകുന്നില്ല ഒരിക്കലും. ഇതേ ഭൂമി തന്നെ ആയിരിക്കും. ഞാൻ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്ത് നിന്ന് കർത്താവ് വീണ്ടെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മെ അവിടെ കൊണ്ട് ആക്കുന്നതിന് മുമ്പ് അവിടെ എങ്ങനെ ആയിരിക്കണം എന്ന ജീവിതം ഇവിടെ ജീവിപ്പിക്കാനാണ് വചനം. അപ്പൊ ഇവിടെ ഞാൻ എല്ലാം ആണ് എന്ന് പറഞ്ഞാൽ അവിടെ പോകില്ല. അതിനു മുമ്പായി എനിക്ക് മറ്റ് യാതൊന്നും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ല. തീ കൊണ്ടുള്ള സ്നാനം അതിനെ വെടിപ്പാക്കിയത് എന്നും തന്റെ സൗമ്യതയുള്ളവരിൽ വസിക്കുന്നതിനായി അവൻ തയ്യാറാക്കുക മാത്രമാണ് ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവ് വരുന്നവനാണ് സൗമ്യതയുള്ളവൻ. അവനിൽ ദൈവം വസിക്കുവാനാണ് പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ വന്ന് കത്തിക്കുന്നത്. ഭൂമിയെ കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തിക്കില്ല, നമുക്ക് മനസ്സിലായ കാര്യം എന്താ? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിനെ വികലമാക്കിയത് സാത്താനാണ്, അവന്റെ പരിചാരങ്ങളാണ്. അതിനെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ നല്ലത്. കാര്യം നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നമ്മളെ കത്തിക്കുന്നില്ലല്ലോ. നമ്മളിൽ വന്ന് അടിഞ്ഞുകൂടിയ സാത്താന്റെ പ്രകൃതങ്ങൾ, സ്വഭാവങ്ങൾ, ദുരുപദേശങ്ങൾ,
തത്വസംഹിതകൾ അതിനെയാണ് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ വന്ന് എന്നിൽ ഒരു കത്തൽ നടന്നിട്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നെ വസിക്കുമ്പോൾ ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു, പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. അതുപോലെ തന്നെയാണ് ഭൂമി. ഇത് ദൈവം എളിമയിൽ ഒരു മനുഷ്യനിലൂടെ പഠിപ്പിച്ചതാ, അത് ദൈവം തന്നെ പഠിപ്പിച്ചതാ, വെളിപ്പാട് 11 പ്രകാരം. എന്നാൽ ഭൂമിയിലുള്ള സംഘടനാ സഭകൾ ഇങ്ങനെ അല്ല പഠിപ്പിക്കുന്നത്. അവർ വചനങ്ങളിലൂടെ, വരികളിലൂടെ, അക്ഷരങ്ങളിലൂടെ നടക്കുന്നതാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷ കൊല്ലും, ആത്മാവ് അത് മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഈ എളിയ സഭ. അതുകൊണ്ട് ഈ സഭയെ നോക്കിയോ സഭയിലുള്ളവരെ നോക്കിയിട്ടോ ലജ്ജിക്കരുത്. കാര്യം ഇത് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടരാണ്. ലൈവ് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. കട്ടായി കിട്ടുന്നുണ്ട്. അപ്പോ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടരുടെ ജീവിതം ദൈവം എന്നിൽ ഇരുന്നു കൊണ്ട്, നമ്മിൽ ഇരുന്നു കൊണ്ട് ജീവിപ്പിക്കുമ്പോഴാണ് ക്രിസ്തു കാണുന്ന ഒരു ജീവിതം എന്നിൽ വരുന്നത്. അതാണ് ഫലം. അത് ശേഖരിക്കാനാണ് കർത്താവ് വരുന്നത്. നോക്കാം. അവൻ നമ്മോട് ചെയ്തതുപോലെ തന്നെ തന്റെ സൃഷ്ടിയോടും ചെയ്യുന്നു. ലോകത്തോട്, തന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എന്തിനോടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി മറ്റുള്ളവരോട് പറയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ ശ്രദ്ധിക്കും, എന്താ കറക്റ്റ് ആണല്ലോ. ദൈവത്തിന്റെ ആടാണെങ്കിലേ ശബ്ദം തിരിച്ചു. അത് നമ്മൾ ചെന്ന് പറയുന്ന നമ്മുടെ ശബ്ദമായിട്ടല്ല ഈ സുവിശേഷം പറയാൻ പോകുന്ന വ്യക്തികൾ കേൾക്കുന്നത്. അവർ ദൈവത്തിന്റെ ആടാണെങ്കിൽ അവരുടെ ഉള്ളിൽ പണ്ടേ നിക്ഷേപിക്കപ്പെട്ട വചനം അതിനെ സപ്പോർട്ട് ചെയ്യും. നമ്മളോട് ഒരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, എന്റെ പാസ്റ്റർ ഇങ്ങനെ പറയുന്നില്ല, അതുകൊണ്ട് ഇത് വേണ്ട എന്നല്ല. നമ്മുടെ ഹൃദയം സപ്പോർട്ട് ചെയ്താൽ പാസ്റ്റർ അല്ല വലുത്, ആ വചനമാണ്. അത് ദൈവമാകുന്നു. നാം ആ വചനത്തോടൊപ്പം ചേർന്ന് നിൽക്കും. അതുകൊണ്ട് ലോകത്തോട് പറയേണ്ടത്, നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചു. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ വീണ്ടും ജനിച്ചു എന്നും പഴയത് മുഴുവൻ നീങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നിങ്ങളിൽ ഒരു കത്തൽ നടക്കണ്ടേ? പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്ന് കത്തിയില്ലേ? അപ്പൊ നിങ്ങൾ മുഴുവൻ കത്തിപ്പോയോ? നിങ്ങളുടെ ഡ്രസ്സ് കത്തിയോ? നിങ്ങളുടെ മാംസം കത്തിയോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത് അകത്ത് ആത്മീകമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവൻ ഇരിക്കുന്ന ആ പഴയ വിശ്വാസത്തിലാണ്. പക്ഷെ ഒറിജിനൽ സീഡ് ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഞാൻ ആത്മീകമായ ഒരു അനുഭവം, എനിക്ക് വേർപെട്ടൊരു അനുഭവമല്ല ഉണ്ടായത്. അതാണ് ഏദൻ തോട്ടം മാളിക മുറിയിൽ ഒരു അനുഭവമാണ്. അല്ല അവിടെ കാത്തിരിക്കാൻ പറഞ്ഞ് കാത്തിരുന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി നമുക്ക് പോകാമെന്നല്ല, ഒരു അനുഭവമാണ്, വേർപെട്ട ഒരു ജീവിതമാണ്, അതൊരു സ്വഭാവമാണ്, അനുഭവമാണ്. അത് വന്നപ്പോൾ മനസ്സിലായി, മാറ്റപ്പെട്ടു. അപ്പോഴാണ് ഇറങ്ങി തിരിച്ചത്. അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്. പരിശുദ്ധാത്മാവ് ഒന്ന് പഴയത് മുഴുവൻ കത്തിച്ചു എന്ന് പറയുമ്പോൾ, നിങ്ങളെ കത്തിച്ചു, പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പാണ് പഴയനെ കത്തിക്കുന്നത്. എന്നിട്ട് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് പോലെ തന്നെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയൊക്കെ നല്ലത്. ഉൽപ്പത്തി എടുത്ത് കാണിച്ചു കൊടുക്കണം. ഈ ഭൂമിയും അതിലുള്ളതും ആകാശവും ഇതെല്ലാം നല്ലത് എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഇത് മോശമായത്? പിശാചും അവന്റെ ഗണങ്ങളും വന്ന് വീഴുന്നപ്പോൾ, അവൻ അതിനെ ഉപയോഗിച്ചപ്പോൾ, അതിലുള്ളതിനെ ഉപയോഗിച്ചപ്പോൾ, ചില മനുഷ്യർ അതിന്റെ സ്വാധീനത്തിൽ പെട്ടുപോയപ്പോൾ, അപ്പോഴാണത് ഇല്ലാതായത്. അതിനെ മാറ്റിയെടുക്കുവാനാണ് ദൈവത്തിന്റെ വചനം, സുവിശേഷം. അത് വരുമ്പോഴും നമ്മുടെ പഴയ സ്വഭാവം മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ കത്തിച്ചതുപോലെ തന്നെ ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ആകാശം ചുട്ടഴിയുവാനും എന്ന് പറഞ്ഞാൽ, 1-ാം സ്വർഗത്തിൽ മുഴുവനും സാത്താന്റെ ഗണങ്ങൾ ഇരുന്നുകൊണ്ട് അവന്റെ സ്വാധീനമുണ്ട്. 3-ാം സ്വർഗത്തിലില്ല. അപ്പോൾ അവന്റെ സ്വാധീനമുള്ള എല്ലാ മേഖലകളിൽ നിന്നും അവനെ വശീകരിച്ചിട്ട് എവിടെ ഇടുന്നു? തീയിലേക്ക് ഇടുന്നു. കത്തുന്ന ഗന്ധകത്തിൽ തീപ്പൊയ്കയിലിടുന്നതിനെ നശിപ്പിക്കുന്നു. അപ്പോൾ അതിലുള്ള പണികളും അവനാൽ നടത്തപ്പെടുന്ന ജനത്തെയും ലോകത്തിന്റെ സമ്പ്രദായത്തെയും രാഷ്ട്രീയത്തെയും മുഴുവനുമായും അവസാനം കത്തുന്ന ഗന്ധകത്തിൽ തീപ്പൊയ്ക ഇട്ട് കഴിയുമ്പോൾ ചുരുളുകൾ പോലെ മാറിപ്പോകുന്ന വെച്ചാൽ അത് എന്താ പറയുന്നത്, ഒരു ലെയർ, 7 അടുക്കുകളാണ് ഭൂമി. അതിലും ഇതിനുള്ളിൽ തന്നെ ആത്മീക ലോകമുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങൾക്ക് ഒരു ദൂതനുണ്ട്, ഓരോ വ്യക്തിക്ക് ഓരോ ദൂതനുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ തമ്മിൽ തട്ടാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആത്മീക ലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന് സ്പർശിക്കാൻ പോലും കാണാൻ പോലും കഴിയാത്തതാണ്. ആത്മീക തലത്തിൽ കർത്തൃ ദിവസത്തിലാകുമ്പോഴാണ് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അതുപോലെ ഈ ഭൂമിയിൽ തന്നെയാണ് 1000-ാം ആണ്ട് വാഴ്ചയും പിശാചും അവന്റെ ഗണങ്ങളും എല്ലാം ഇപ്പോൾ ഇവിടെ ഉണ്ട്.
പക്ഷെ അങ്ങനെ ഒരു ലെയർ ഇവിടെ ഉണ്ട്. അതിനെയാണ് കർത്താവ് എടുത്ത് ആ കത്തുന്ന ഗന്ധകത്തിൽ തീപ്പൊയിലിട്ടത്. അങ്ങനെയാണ് അതിനെ കത്തിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടി നല്ലത്. പിന്നെ അത് പുതിയ ആകാശവും പുതിയ ഭൂമിയും. നോഹ കണ്ടത് പുതിയ ആകാശവും പുതിയ ഭൂമിയാണ്. സകലതിനെ ഉണ്ടാക്കിയത് കൊണ്ട് യഹോവ ദുഃഖിച്ചു. എല്ലാത്തിനെയും കൊന്നു കളഞ്ഞപ്പോൾ ആ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, പക്ഷെ എങ്കിലും അപ്പോഴും അവിടെ എന്തുണ്ട്? പാപമുണ്ട്. കാര്യം എന്താ? കായീനെ കൊല്ലാതിരിക്കാൻ ഒരു അടയാളം വെച്ചു എന്ന് പറഞ്ഞതുപോലെ കായീന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് നോഹയുടെ മകൻ ഹാം വിവാഹം കഴിച്ചത്. ആ അവിശ്വാസിയിലൂടെയാണ് നിമ്രോദ് വരുന്നത്. അപ്പൊ കൊല്ലാതിരിക്കാൻ ആ ജീൻ, ആ ദൈവത്തോട് എതിർക്കുക എന്ന സ്വഭാവം മാറ്റപ്പെട്ട് പോകാതിരിക്കാൻ വെച്ചത് കായീന്റെ മകൻ വിവാഹം കഴിച്ച് പെട്ടകത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ പെട്ടകത്തിനകത്തും എന്തുണ്ടായിരുന്നു? ദൈവിക പദ്ധതി അല്ലാത്തതിന് വേണ്ടുന്നതിനും കരുതിയിരുന്നു. അതാണ് കാക്കയും പ്രാവും. പ്രാവ് വിശുദ്ധം, കാക്കയോ അളിഞ്ഞതും ചീഞ്ഞതും തിന്നുന്നു. അപ്പൊ അതുപോലെ തന്നെ വിശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തതും ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞാലും അപ്പോഴും അവിടെ അശുദ്ധിയുള്ളത് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പുതിയ ആകാശവും പുതിയ ഭൂമി നമ്മൾ മാറ്റപ്പെട്ട് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ചുറ്റിലുമുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായി നമ്മൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാതെ പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്യപ്പെടാത്തതാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പാപബോധമുണ്ടാകും. അതാ പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തിന്മ പ്രവർത്തിച്ചു പോകുന്നു. എന്തുകൊണ്ടാ? ആ പാപം എന്നിൽ കിടക്കുന്നു. നോഹയുടെ കാലം, നോഹ സേത്തിന്റെ വംശപരമ്പരപ്പെട്ടതാണ്. പക്ഷെ കായിന്റെ ഒരു നോഹയുടെ മകൻ ഹാം വിവാഹം കഴിച്ചത് നോഹയുടെ വംശപരം. നോഹയുടെ മകൻ ഹാമിന്റെ മകൻ കൂശിൽ നിന്ന് നിമ്രോദ് വീണ്ടും ദൈവത്തോട് മത്സരിക്കുവാൻ ഒരു ജനം ഉയർത്തി വരികയാണ്, വിളിച്ചു കൂട്ടുകയാണ്. അത് ഇന്നും നമ്മുടെ ബ്ലഡിലുണ്ട്, യഹൂദന്മാരുടെ ബ്ലഡിലും ഉണ്ട്. അപ്പോൾ അത് വേർതിരിയുന്ന ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് അഗ്നി വന്ന് കത്തുന്നത്. കാര്യം എന്താ? നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, നാം നല്ലതാണ്. നമ്മളുണ്ടായിരുന്ന അശുദ്ധി എന്ന് പറയുന്നത് മതതത്വ സംഹിതകളും പൈശാചികമായി പഠിച്ചിരുന്ന ബൈബിൾ കോളേജ് പഠിപ്പീരുകളും തെറ്റായ വിശ്വാസങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം, പിന്നെ നമ്മളുള്ള പാപബോധവും മുഴുവനായി കത്തിച്ചു കളഞ്ഞിട്ടും നാം പഴയ തന്നെ. പക്ഷെ ഇത് പുതിയതായി തീർന്നിരിക്കുന്നു. ലോകത്തെയും അങ്ങനെ തന്നെയാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. എന്നാൽ അത് പരിപൂർണമായും വചനമായിരിക്കേണ്ടതായിരുന്നു. ഇനി പുതിയതായി കഴിഞ്ഞാൽ പിന്നെ വചനപ്രകാരം തന്നെ ജീവിക്കണം. മണവാട്ടിയായിരിക്കുന്നതിനായി നിങ്ങൾക്ക് അവന്റെ ഒരു ഭാഗമാകേണ്ടിയിരിക്കുന്നു. ആദ്യം ഒരു ഭാഗം എന്നാ പറഞ്ഞത്. ആദ്യം ഒരു ഭാഗവും പിന്നത്തേതിൽ മുഴുഭാഗവുമാകണം. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കുന്നത്? ആദ്യം നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും പരിശുദ്ധാത്മ പ്രാപിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ മുഴു ക്രിസ്തുവിന് മാതൃകയാവുന്നില്ല. അല്പാൽപമായി നമ്മൾ വചനം കേട്ട് വിശ്വസിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഞാൻ പരിപൂർണനായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു യേശു ജീവിച്ചതുപോലെ നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. നമ്മിലുള്ള കോപം, ചില വിചാരവികാരങ്ങൾ, ലോകത്തിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, സുഹൃത്തുക്കളെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടുകാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ കൊണ്ട് വളച്ചൊടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റുന്നെങ്കിൽ നമ്മൾ പൂർണ്ണത വന്നിട്ടില്ല. അത് ക്രമേണ മാറ്റി ലജ്ജയില്ലാത്തവനായി, മനുഷ്യന് പ്രീതി കൊടുക്കാത്തവനായി ക്രിസ്തുവിന് പ്രീതി കൊടുക്കുന്നവനാകുമ്പോൾ ദൈവം സീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പൂർണ്ണമായും, അതാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, സ്വർഗീയ വിളിക്ക് ഓഹരി എന്ന് പറഞ്ഞാൽ മുഴുവനുമായി കഴിഞ്ഞു. ക്രിസ്തു തന്നെ സ്വയം മുഴുവനും എന്നിലായതുപോലെയാണ് ഓഹരി. അപ്പൊ ദശാംശം എന്ന് പറഞ്ഞാലോ, ഇതിന്റെ 10 ഒരു ചെറു ഭാഗമേ ആകുന്നുള്ളൂ. ഞാൻ അത്രയും കൊടുക്കാൻ പറ്റുമോ കർത്താവിന്? ഞാൻ എന്നത് മുഴുവനായി ക്രിസ്തുവിന് സമർപ്പിക്കണം. ഇനി എന്നിൽ ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പം പുതിയ നിയമത്തിൽ സ്വർഗീയ വിളിക്ക് ഓഹരി എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനായും ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നിൽ വന്നിട്ട് പരിപൂർണമായ ഒരു വചനം ഞാൻ ആകണം, വചനം മണവാട്ടിയാകണം. അപ്പോഴാണ് പൂർണ്ണമായ എന്നെ കർത്താവ് കൊണ്ടുപോകുന്നത്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും നാം അവന്റെ വചനത്തിന്റെ ഭാഗമാകുന്നു. അത് അവന്റെ തന്നെ ഭാഗമായിരിക്കണം. ഒരിക്കലും പിന്നെ എന്റെ ഭാഗം അതിൽ കാണാൻ പാടില്ല. നോക്കണം. അതാണ് ദൈവം അങ്ങനെയൊക്കെ പറയും, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കരുതെന്ന്. കർത്താവ് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതാണ് വചനം എന്നിൽ വന്നിട്ട് വചനം എന്നെ വഴി നടത്തുമ്പോൾ ഞാൻ, അത് നമ്മുടെ ഒരു മെസ്സേജ് ഉണ്ട്, നിങ്ങൾ സ്വന്തം വ്യാഖ്യാനത്തിൽ ഊന്നരുത്, ദൈവം തന്റെ വ്യാഖ്യാതാവ് എന്നൊക്കെ 1-2 മെസ്സേജുകളുണ്ട്. ആ മെസ്സേജ് വായിച്ചു നോക്കണം. പരിശുദ്ധാത്മാവാകുന്നു വചനത്തെ
അതാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ ആരാലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ വായിച്ചാൽ മതി. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പണ്ട് ബൈബിൾ വായിച്ചപ്പോൾ ഇതിൽ പലതും നമുക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഇത് വന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ വരാൻ കഴിയുകയും ചെയ്തത്. അതുപോലെ നമ്മൾ ആദ്യം പൂർണ്ണമായും ക്രിസ്തുവിലാകില്ല, പരിപൂർണമായി ക്രിസ്തുവിലാകുവാനാണ് നാം സഭയിലേക്ക് വരുന്നത്. ചെത്തി വെടിപ്പാക്കാൻ ദിനം പ്രതി. ഓക്കെ, അങ്ങനെ ആയി കഴിയുമ്പോൾ അവൻ പിന്നെ അതിനെ എന്നേക്കും, അതായത് നിത്യതയിൽ ജീവിക്കുന്നതിനായി ഒരു സ്ഥാനത്താക്കുന്നു. നമ്മെ കർത്താവ് പരിപൂർണമായും ക്രിസ്തുവിലാക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കുക, അതിപ്പോഴും 1000 ആണ്ട് കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ജീവിതമാകില്ല. എന്തുകൊണ്ട്? 1000 ആണ്ട് കാലം എന്നത് പുതിയ ഭൂമി അല്ല. 1000 ആണ്ട് ഈ ഭൂമിയില. അപ്പോഴും ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. വായിച്ചിട്ടുണ്ടല്ലോ, കുറെ മനുഷ്യർ ഇവിടെ ഉണ്ട്. ദൈവം വേർതിരിക്കുന്ന ഒരു ഭൂമി. അതാണ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷമാണ് ന്യായവിധി. ന്യായവിധി വരുമ്പോഴത്തേക്ക് കുറച്ചുപേരെ പിശാചിനെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ തുറുങ്കിൽ അടച്ച ശേഷം പിന്നത്തേൽ അവനെ തുറന്നു വിടുകയും ഈ ലോകത്ത് ജനം പെരുകുകയും ആയുധങ്ങൾ വീണ്ടും കുന്നുകൂടുകയും ചെയ്യും. പിന്നെ ഒരു യുദ്ധം ഉണ്ടാവും. വായിച്ചിട്ടുണ്ടോ? അപ്പോഴും ഇവിടെ ലോകത്ത് ജനമുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞ ഈ നമ്മുടെ ഇടയിലുള്ള ദൂതന്മാരെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ജനത്വമായി ദൈവം വന്ന് വസിക്കുന്ന, അപ്പോഴും അത് പുതിയ ഭൂമിയല്ല, ഭൂമി പഴയ തന്നെ. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറ്റപ്പെട്ട് കഴിഞ്ഞു. പിശാചിന് അവിടെ പറ്റാൻ പറ്റില്ല. അവിടെ പിന്നെ സിംഹവും കുഞ്ഞാടും ഒന്ന് ഒരുമിച്ച് വസിക്കുന്ന സമയം. എപ്പോഴും പാമ്പിന്റെ പൊത്തിൽ കൊച്ചുകുട്ടികൾ കൈയിടുന്നത് പോലെ അവിടെ പിന്നെ പാപമില്ല, പകയില്ല, വാശിയില്ല. അങ്ങനെ ഒരു ഭൂമിയിൽ വസിക്കുമ്പോൾ തന്നെ ഭൂമിയുടെ മറുഭാഗത്ത് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ച് വിശുദ്ധ ജനവും സ്വർഗീയ ഓഹരിക്കാരാകുമ്പോഴും നമ്മോടൊപ്പമുള്ള ആൾക്കാർ, ബന്ധുക്കൾ, വീട്ടുകാർ, നാട്ടുകാർ, ചുറ്റുമുള്ളവർ, നമ്മൾ കൂടെ സഞ്ചരിക്കുന്നവർ എല്ലാം പഴയ ഭൂമിയിലും പഴയതുപോലെ തന്നെ. ഇതുകൂടെ നമ്മൾ ഓർമ്മിക്കണം. നോക്കൂ, 1000 ആണ്ട് വാഴ്ച എന്നത് വ്യത്യസ്തമായ ഒരു ഭരണകാലമാകുന്നു. അതിലേക്കാണ്, അതായത് 1000 ആണ്ട് കാലത്തേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത്. അത് വെറും ഒരു വിശ്രമ സ്ഥലമാണ്, വിശ്രമിക്കുന്നതിനുള്ള സമയമാണ്. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമേ അല്ല. പഴയ ഭൂമിയിൽ ഒരു ഭാഗം മാത്രം വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. നമ്മളെ ദൈവം വിശുദ്ധീകരിച്ചപ്പോൾ നമ്മുടെ തന്നെ പപ്പയും അമ്മയിൽ നിന്നുണ്ടായ സഹോദരങ്ങൾ പഴയ ശരീരത്തിലും അശുദ്ധിയിലും ദൈവം നമ്മെ ശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾ നോക്കൂ, എന്നാൽ 1000 ആണ്ട് കാലത്തേക്ക് അതിലേക്ക് പോകാത്തതായ മറ്റു കാര്യങ്ങളും അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അത് ഏദേനിലുള്ള പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നു. ഏദേൻ എന്ന ഒരു പ്രത്യേക പ്രദേശത്തെ ദൈവം ഒരുക്കിയപ്പോഴും അങ്ങനെ ഒരുക്കപ്പെടാത്ത സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഭൂമി പുതിയ ആകാശം എന്ന് പറയുമ്പോൾ നമ്മള് ദൈവം ശുദ്ധീകരിച്ച് വ്യക്തിപരമായി ആത്മീകമായി ശുദ്ധീകരിച്ചു. അപ്പോഴും ലോകത്ത് അശുദ്ധിയുണ്ട്. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുമ്പോൾ മുഴുവനും മാറി ഇതാ അത് പുതിയതെന്ന് പറയാൻ തക്കവണ്ണം ന്യായവിധി നാളിൽ മാത്രമാണ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷമാണ് സകലത്തിനെയും കർത്താവ് മാറ്റുന്നത്. ഓക്കെ, അതറിയുക. നോക്കൂ, ലോകം ഇപ്പോൾ മിക്കവാറും 6000 വർഷം പഴക്കമുള്ളതായി തീർന്നിരിക്കുന്നു. കൂടാതെ എല്ലാ 2000 വർഷവും അതിലൊരു നാശം ഉണ്ടാകുന്നു. ഓരോ 2000 വർഷവും ഒരു മാറ്റം ഉണ്ടാകുന്നു. ആദ്യത്തെ 2000 വർഷം നോഹയുടെ കാലത്ത് ജലം കൊണ്ട് ഭൂമിയെ കഴുകി. അടുത്ത 2000 വർഷമായപ്പോൾ രക്തത്താൽ ഭൂമിയെ കഴുകിയിട്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കുന്നു. ഇനി അവസാനം ഇതിനെ വേർപെട്ടവരെ വേർപെടുത്തി കൊണ്ടുപോകുന്ന ഒരു 2000 വർഷം, 6000 വർഷം, പിന്നെ ഒരു 1000 വർഷം, 1000 ആണ്ട് വാഴ്ച. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നടക്കുന്നു. ആദ്യത്തെ 2000 വർഷം ജലപ്രളയത്തിൽ അവൻ ഭൂമിയെ കഴുകി, അത് നമ്മുടെ സ്നാനം. അടുത്ത 2000 വർഷം യേശു വന്ന് അത് രക്തത്താൽ ശുദ്ധീകരിച്ചു. അതിനുശേഷം ആത്മാവിനാൽ അവൻ വിശുദ്ധീകരിച്ചു. രക്തത്താൽ ശുദ്ധീകരിച്ചു, വിശുദ്ധീകരിച്ചു, രണ്ട് പദങ്ങളാണ്. അതുപോലെ ആദ്യം ജലത്താൽ നമ്മളെ കഴുകി, അടുത്ത് നമ്മളെ രക്തത്താൽ ശുദ്ധീകരിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മ വരുമ്പോൾ വിശുദ്ധീകരിക്കുന്നു, പിന്നെ ദൈവത്തിന് വസിക്കാൻ ഇടമാക്കുന്നു. അതിനുശേഷം അതിനെ കത്തിയെരിച്ച് കളയുകയും തന്റെ സ്വന്തമായിട്ടുള്ളതിനെ അവൻ അവകാശപ്പെടുകയും അവൻ അതിനെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. തിരികെ എന്ന് പറയുമ്പോൾ ഒരിക്കൽ സ്വർഗീയങ്ങൾ ഉണ്ടായിരുന്നതിനെയാണ് വീണ്ടും തിരഞ്ഞെടുക്കുന്നത്, ഇല്ലാത്തവരല്ല.
ഞാൻ ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് കേട്ടപ്പോൾ പറഞ്ഞത്, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടി നമ്മൾ വിശ്വസിക്കുന്ന ആയിക്കോട്ടെ. കർത്താവ് ഭൂമിയും അതിലുള്ള മനുഷ്യരെ എല്ലാവരും, ഇനി ജനിക്കാൻ പോകുന്ന മനുഷ്യര് എത്ര വർഷം ജീവിക്കുമെന്നും അവനോട് സുവിശേഷം അറിയിച്ചാൽ അവൻ വിശ്വസിക്കുമോ ഇല്ലയോ എന്നതും ദൈവം മുന്നമേ കണ്ടിട്ട് തന്റെ സന്ദേശം ആരുടെ അടുക്കൽ ചെല്ലുമോ അതിൽ എത്ര പേർ സ്വീകരിച്ചു വരുമോ, എത്ര പേർ വിശ്വസിക്കുമെന്ന് മുന്നമേ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പോയി ചെന്ന് മരിച്ചതെന്ന്. നോക്കൂ എത്ര ക്ലിയർ ആണ്. അപ്പോഴും ഇതാ സകല ലോകത്തിനുണ്ടാകുമെന്ന മഹാസന്തോഷം. അവർക്കും ഇതിൽ ഭാഗവാക്കാകാം. പക്ഷേ അവരുടെ അടുക്കൽ നമ്മൾ പോയി അറിയിക്കുമ്പോൾ അവർ ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി മരിച്ചതായിട്ട് ദൈവം കണക്കിടില്ല. മരിച്ചു എങ്കിൽ അവർക്ക് വരാം, അവർ വിശ്വസിച്ചാൽ അവർക്ക് വരാം. ആ ക്രൂശ് മരണം അവരുടെ മേൽ ദൈവം കണക്കിടും. ഈ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെട്ടിരിക്കണം, ഇല്ലാത്തതൊന്നും കണക്കിടില്ല. അതാണ് സോദോമിന്റെ നാളുകൾ പോലെ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, ചിലർ, നമ്മൾ കുറച്ച് വരാം. ഓക്കെ, ലേവ്യ പുസ്തകത്തിൽ നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. വിശുദ്ധ ദിവസം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും അതെടുക്കാം അല്പം കൂടെ. ഈ 1000 ആണ്ട് വാഴ്ചക്കാലം എന്നത് സമ്പൂർണമായ ഒരു ലോകമല്ല, പുതിയതായി സമ്പൂർണമായും ഒരു പുതിയതല്ല. എന്നാൽ അത് 7ാമത്തെ ദിവസത്തിന്റെ ഒരു മാതൃകയ്ക്കുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ 6 ദിവസം മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ചു, 7ാം ദിവസം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ 1000 ആണ്ട് വാഴ്ചയിൽ 8ാം ദിവസം, 8ാമത്തെ ദിവസത്തിലുള്ള ജീവിതം 7ാമത്തെ ദിവസത്തിലായിരിക്കുന്ന ഇവിടെ നമ്മൾ ജീവിക്കണം. ദൈവത്തിന്റെ വചനം ഇവിടെ അപ്ലൈ ചെയ്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതം 1000 ആണ്ട് വാഴ്ചയിൽ ഉള്ളതുപോലത്തെ ഒരു ജീവിതം. അവിടെയോ കർത്താവും തന്റെ ആടുകളും ഒരുമിച്ച്, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നെങ്കിലും ആത്മീകമായി ഇവിടെ വരുമ്പോഴാണ് ക്രിസ്തു നമ്മിലുള്ളതും നമ്മളും ക്രിസ്തുവുമായി ഒരുമിച്ച് ഒരു ആത്മീക ജീവിതം. ഇവിടെ ജീവിച്ച് ജയം പ്രാപിക്കുന്നവനെയാണ് ദൈവം ഇപ്പോൾ ഇവിടെ 7ാം ദിവസം സഭാരാധനയാണ് ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മൾ ആത്മാവ് കൊണ്ട് 7ാം ദിവസത്തെ വിശുദ്ധീകരിച്ചിട്ട് 8ാം ദിവസത്തിലേക്ക് വേണ്ടിയുള്ള ഒരു മുൻ ജീവിതം ഇവിടെ ജീവിച്ച് വിജയിക്കുന്നവരെയാണ് കർത്താവ് ഇവിടെ നിന്ന് 8ാം ദിവസമായ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എഴുതാം. ഒന്ന് രണ്ട് കാര്യം വായിക്കാം. നിങ്ങൾക്ക് ആദ്യം ജലസ്നാനം, അതിനുശേഷം രക്തത്താലുള്ള കഴുകൽ, പിന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായുള്ള ശോധന. ഇത് കഴിഞ്ഞ് നിങ്ങൾ ക്രിസ്തുവിനോ മാതൃകയായി ജീവിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ വകയും അവൻ നമ്മെ അവകാശപ്പെട്ടു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോഴും ക്രിസ്തുവിന് അല്ലാതുള്ളവർ ഇവിടെ ആയിരിക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നാം ഇന്ന് പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിച്ചു കർത്താവെ. അവരും അത് അറിയണം. അവരും ക്രിസ്ത്യാനികളല്ല എങ്കിലും കർത്താവെ ലോകത്ത് നടക്കുന്ന സംഭവം ദൈവഹിത പ്രകാരമാണെന്ന് അറിയാനായി സംസാരിച്ചു. തുടർന്ന് കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്, പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോക ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത് പോലെ അല്ല എങ്കിൽ അവിടെ നിന്ന് വിട്ടു പോരണം. ശീതോഷ്ണവനാകരുത്, ഇതും അതും ഭക്ഷിക്കരുത്. ലൈവ് കാണുന്നവർ പുതിയതായിട്ട് കാണുന്നുവെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അവർ നിങ്ങളെ അക്ഷരത്തിന്റെ ശുശ്രൂഷ പഠിപ്പിക്കുന്നു, അക്ഷരം കൊല്ലുന്നു. ആത്മാവിന്റെ ജീവിതം അല്ലെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷയോ അതാകുന്നു തേജസ്സേറിയതും ജീവനുള്ളതും. കരുണയുള്ള കർത്താവേ, നാം പഴയ മനുഷ്യർ തന്നെയാകുന്നു. എന്നാൽ നമ്മിൽ ചില മാറ്റങ്ങൾ വന്നു. ആദ്യം ജലത്താൽ കഴുകി, പിന്നെ രക്തത്താൽ കഴുകി, അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ഒരു കത്തൽ കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് വസിച്ച് സ്വർഗീയിടങ്ങളിലേക്ക് വിളിക്കപ്പെട്ടിരുന്ന നമ്മെ അങ്ങ് അവിടുന്ന് വഴി നടത്തുന്ന മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കാനും കർത്താവെ അത് ആത്മാവിൽ വെളിപ്പെടുന്നുവെങ്കിൽ മാത്രം അവർക്കത് ക്രിസ്തു തന്നെ. യോഹന്നാൻ 10 പറയുന്നു, എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി. അവർ ഇനി വരേണ്ടുന്നവരും വരുന്നതിന് മുൻപായി കർത്താവ് അവർക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നതാണ്. നോഹ ആദ്യമേ പെട്ടകത്തിനകത്ത് കരുതിയിരുന്ന ആഹാരത്തെ പോലെ ഇവിടെ ആഹാരം കരുതിയിരിക്കുന്നത്.
കരുണയുള്ള കർത്താവെ, ഈ ആഹാരം ഭക്ഷിച്ചുകൊണ്ട് ഇതാകുന്ന വെളിപ്പാടിൽ ജീവിക്കുന്നവർ, വെളിപ്പാട് ദൈവം കിട്ടുന്ന സഭയ്ക്കുള്ള ആഹാരമാകുന്നു ഇത് ഭക്ഷിച്ചുകൊണ്ട് മെസ്സേജുകൾ കേട്ടും പുസ്തകം വായിച്ചും ബൈബിൾ ധ്യാനിച്ചും കർത്താവ് യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് വെളിപ്പാടിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി, ഇതാണ് പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പഴയത് നമ്മൾ സഭകളിലായിരുന്നപ്പോൾ എന്ത് വിശ്വസിച്ചിരുന്നുവോ അതല്ല ദൈവത്തിന്റെ പ്രോസസ് എന്ന് ഇപ്പോൾ മനസ്സിലായെങ്കിൽ അവണ്ണം ജീവിക്കാൻ നമ്മെ സഹായിക്കണമേ കർത്താവെ. പാപത്തിൽ വീണു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തത്സമയത്ത് സഹായിക്കുന്ന ധൈര്യത്തോടെ കൃപാസിംഹാസനത്തിൽ വരുവാൻ നമ്മെ സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. സകലതും അങ്ങനെ നാമം മഹത്വത്തിനായിരിക്കട്ടെ, യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സിസ്റ്റർ മെസ്സേജ് കേൾക്കുന്നതിനുള്ള ടേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് പ്രസംഗമുണ്ട്, ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് കൊണ്ടുപോയി പ്രസംഗം കേൾക്കുക. ഓക്കെ, ഞാൻ തരാം. ഇനി നമ്മൾ മണവാട്ടിക്ക് ഭക്ഷിക്കേണ്ട ആഹാരമാണ് അത്. സ്നാനം സ്വീകരിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്നാനപ്പെടുന്ന സഭയിലുള്ള ദശാംശം കാണിക്കുക നമ്മൾ വാങ്ങിക്കും.